ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ KR മോംസ് വേൾഡ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഏട്ടൻ വൈകുന്നേരം വരുമ്പോൾ മീനും കൊണ്ടായിരിക്കും വരികയെന്ന്. അപ്പോൾ നമ്മുടെ ചെമ്മീനും പിന്നെ ഏതോ ഒരു മീനും കൊടുന്നായിരുന്നു. ആളത് വലുത് ചെമ്മീനും പകുതി നേരാക്കി തന്നു, മറ്റേത് മുഴുവനും നേരാക്കി തന്നു കേട്ടോ. അതൊക്കെ നേരാക്കി തരലൊക്കെ നേരാക്കി തരും, പക്ഷേ നമുക്ക് പണി കിട്ടി ഗായ്സ്. ഗ്യാസ് ചെറിയ കുറ്റിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വലിയ കുറ്റി മാറ്റിയിട്ട് വെച്ചതാണ്. നോക്കുമ്പോൾ ഗ്യാസ് അങ്ങനെ ലീക്കാവുക. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ മറ്റേ കുറ്റി. ഇത് വണ്ടിയിലൊക്കെ കൊണ്ടുപോകാൻ ഇത് പറ്റും എന്നുള്ളത് കൊണ്ട് എടുത്ത ഒരു കുറ്റിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് നിറയ്ക്കാൻ 500 രൂപ എന്തോ ആണെന്ന് പറഞ്ഞത്. നഷ്ടമാണ്, എന്നാലും വണ്ടിയിൽ വെച്ചിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കൊണ്ടേ നിറച്ചിട്ട് വരാം. അപ്പോഴേക്കും വലിയ കുറ്റി നമുക്കിത് കൂടെ വരുമ്പോൾ നിറച്ചാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ രാവിലെ ഞാൻ ഇതിട്ട് നോക്കിയപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു, റെഗുലേറ്ററൊക്കെ ശരിയായി. അപ്പോൾ രാത്രിക്ക് ഇതൊക്കെ ഇപ്പോൾ വെച്ചുണ്ടാക്കണ്ടേ, വേഗം ഓടി അനിയൻ്റെ വീട്ടിലേക്ക്. അവരൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ അവരേനൊക്കെ ഉണർത്തിച്ച് ഇതൊക്കെ അവിടെ പോയിട്ട് വെച്ചുണ്ടാക്കി. രാത്രി മീൻ കറിയായി, അതേപോലെ തന്നെ ചെമ്മീൻ ഫ്രൈ ആണ് ചെയ്തത് കേട്ടോ, അതുമായി. അങ്ങനെ ഇതൊക്കെ പാടെ താങ്ങി പിടിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഒരാൾ കൂർക്കം വലിച്ചുറങ്ങുന്നു. വേറെ ആരുമല്ല ഗൈസ്, എൻ്റെ ഭർത്താവാണ്. കൂർക്കം വലിച്ചുറങ്ങായിരുന്നു. തട്ടി വിളിച്ചെണിച്ചിട്ട് ചോറ് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മളുടെ പിറ്റേ ദിവസമായി കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമായപ്പോൾ പൂളക്കിഴങ്ങ് കുറച്ച് ഇന്നലെ രാത്രി വാങ്ങിക്കൊടുന്നതാണ് മീൻ കറിയുടെ കൂടെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് അപ്പോൾ വെച്ചില്ല. അപ്പോൾ എങ്ങനെ വയ്ക്കും, ഗ്യാസ് കത്തണ്ടായിരുന്നില്ലല്ലോ. പിന്നെ രാവിലെ ഞാൻ ദൈവമേന്ന് വിളിച്ചിട്ട് ഗ്യാസ് അങ്ങോട്ട് വെച്ചപ്പോൾ എല്ലാം റെഡിയായി കേട്ടോ. നേരത്തെ ദൈവത്തെ വിളിക്കാത്തത് കൊണ്ടാണെന്നൊരു സംശയം. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ്, ഒരു കയ്യിൽ ചോറ്, മീൻ കറി, അതുപോലെ 2 കപ്പ കഷ്ണം, അതിൽ കുറച്ച് മീൻ ഒഴിച്ചു, പയറുപ്പേരിയും ചെമ്മീൻ റോസ്റ്റും. ചെമ്മീൻ കുറച്ചെടുത്ത് റോസ്റ്റ് ഉണ്ടാക്കി കേട്ടോ, അതും പിന്നെ ചെമ്മീൻ ഫ്രൈയും. അത് കുറച്ചേ ഉള്ളൂ, കുട്ടികൾക്ക് ചെറിയ ആളൊന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് സീരിയൽ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇതല്ല കേട്ടോ, മറ്റേ ചെമ്പനീർ പൂവാണ്. അത് കണ്ടു ഉച്ചയ്ക്ക്. പിന്നെ നമ്മളെ പൂളക്കിഴങ്ങ് ബാക്കി ഉണ്ടായിരുന്നു. അത് ഇനി കുട്ടികളൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ ഫ്രിഡ്ജില്ലേ ഗൈസ്, അപ്പോൾ അത് എടുത്തിട്ട് ചെറുതിൻ്റെ അടുത്ത് കൊടുത്താണ്. അപ്പോൾ അവനെ വെറുപ്പിക്കുക എന്നാണ് എൻ്റെ ഒരു എക്കാലത്തെയും ഒരു വിനോദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവനെ വിളിച്ച് വെറുപ്പിച്ചിട്ട് അത് പോകണം കേട്ടോ. ദേഷ്യം വന്നിട്ടാണ് പോണത്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഒന്ന് വൈകുന്നേരത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ കൊടുന്നതിൻ്റെ ബാക്കിയൊരു 4 പൊറോട്ട ഇരിക്കുന്നുണ്ട് ഗൈസ്. വലിയ പൊറോട്ടയാണ്. എനിക്ക് പൊറോട്ട വേണമെന്നില്ല. അപ്പം ഞാൻ വേറെ കുറച്ച് എന്തെങ്കിലുമായിട്ട് കഴിക്കും. എനിക്ക് ഇപ്പം തന്നെ വയറ് ഫില്ലായ പോലെ ഇരിക്കുന്നത്. ഉച്ചത്തെ കഴിച്ചതൊന്നും ദഹിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കും, ഉള്ളിക്കറി ഉണ്ടാക്കണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഗൈസ്. ജാക്കിക്കുട്ടനാണ് കൊഞ്ചിച്ചു. അപ്പം നാളെ കാണാം. ബൈ ബൈ, ടാറ്റാ. മണ്ണ